Welcome, my dear students. So this is our first class. ഇത് നേരത്തെ ഒരു introductory class കഴിഞ്ഞു. Then this is the first class. So we are taking the topic that I am going to handle is chemical bonding. Okay, chemical bonding എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പല ടൈപ്പിലുള്ള കെമിക്കൽ ബോണ്ട്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോവാലന്റ് ബോണ്ടിങ്, അയണിക് ബോണ്ടിങ്, metallic bonding, coordination bonding, ഇല്ലേ? So you know all about these type of bondings. So ഈ ഒരു നിങ്ങളുടെ ഒരു ഡിഗ്രി കോംപ്ലിമെൻ്ററി സെഷനിൽ ഡിഗ്രി കെമിസ്ട്രി കോംപ്ലിമെൻ്ററി സെഷനിൽ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് പോകുന്നില്ല, പക്ഷെ എങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കിതെല്ലാം ആവശ്യമായിട്ട് വരും. ഫിസിക്സിൻ്റെ മറ്റ് മേഖലകളിലേക്ക് കടക്കുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങളുടെ ഈ ഒരു കോംപ്ലിമെൻ്ററി കോഴ്സിനകത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. വി വിൽ ബിഗിൻ വിത്ത് എനർജറ്റിക്സ് ഓഫ് ബോണ്ടിങ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. നോ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് കൺസിഡർ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ബോണ്ടിങ്. ഓക്കെ, നമ്മൾ സ്ട്രക്ചറൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ മീഥേൻ മോളിക്യൂൾ വരയ്ക്കുവാണ്. സോറി, ഇതിപ്പോഴേ വരണ്ടായിരുന്നല്ലോ, എന്നോട് ചോദിക്കാൻ കയറി വന്നു. ഓക്കെ, മീഥേൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ നമ്മളെങ്ങനെയാണ് വരയ്ക്കുന്നത്? നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്, അല്ലേ? കാർബൺ ഈസ് ബോണ്ടഡ് ടു ഹൈഡ്രജൻ ആറ്റംസ്, ഇല്ലേ? അപ്പോൾ ഈ ഒരു സോളിഡ് ലൈനെയാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്, ഇല്ലേ? സോളിഡ് ലൈനെയാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് സോഡിയം ക്ലോറൈഡ് വരയ്ക്കാൻ എന്ന് പറയുമ്പോഴത്തേക്കും Na+Cl- എന്നായിരുന്നത്, അല്ലാതെ ഒരിക്കലും NaCl ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാത്തില്ല. അതായത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇവിടെ ബിൽഡപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഈ മീഥേനകത്ത് തന്നെ നമ്മളിങ്ങനെ ഒരു ബോണ്ടിങ് കൊണ്ട് ഇങ്ങനെ ഒരു വര കൊണ്ട് സോളിഡ് ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നെങ്കിലും ദിസ് ഡസ് നോട്ട് മീൻ ഇങ്ങനൊരു വരയിലൂടെയാണ് ബോണ്ടിങ് നടക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ അറ്റോമിക് ഓർബിറ്റൽസ്, ഇല്ലേ? അറ്റോമിക് ഓർബിറ്റൽസ് അല്ലെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അവരിങ്ങനെ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. ഇവർ ഓവർലാപ്പ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് സീ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദിസ് ബോണ്ടിങ്. Chemical bond can be defined as the force of attraction which binds the atoms together in a molecule, and the process is known as chemical bonding. So what is meant by a chemical bond? It is just a force of attraction, but it is very strong. Just ഒരു attraction മാത്രമല്ല, it is a strong attraction, force of attraction ആണ്. Okay, the chemical bond is a strong force of attraction which binds the atoms together in a molecule. നമുക്ക് ഇവനെ ഈ മീഥേനിൽ നിന്ന് ഈ ഹൈഡ്രജനെ എടുത്ത് ഇതൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹൈഡ്രജനെ പെട്ടെന്നൊന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല. We have to apply so much energy so as to break this bond. Okay, and that is meant by covalent bond. ചില കേസസ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൈഡ്രജൻ ബോണ്ടിങ്, അതുപോലെ വാണ്ടർവാൾസ് ഇൻ്ററാക്ഷൻ, ഇതെല്ലാം പല ടൈപ്പിലുള്ള ബോണ്ടിങ് ആണ്. പക്ഷെ അവിടെ നമുക്ക് വളരെ മിനിമം എനർജി കൊണ്ട് തന്നെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒരു അട്രാക്ഷന് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ്, അതായത് പോളാർ ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ അത്ര മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ കോവാലന്റ് ബോണ്ടിങ്ങിൻ്റെ കേസിലാകുന്നത് ഇറ്റ്സ് എ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സോ ആൻഡ് വി ഹാവ് ടു അപ്ലൈ സോ മച്ച് എനർജി സോ ആസ് ടു ബ്രേക്ക് ദിസ് ബോണ്ട്. Okay, so generally we can define a chemical bond as a force of attraction which binds the atoms together in a molecule, and the process is known as chemical bonding. Okay, now what are the causes of chemical bonding? The most important factor is that, or the cause is that, this
നമുക്കറിയാം സോഡിയം ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s1. ഇതിനുള്ളൊരു അപര്യാപ്തത എന്താണ്? ഫസ്റ്റ് ആൽക്കലി മെറ്റൽസിൻ്റെ ഗ്രൂപ്പിലാണ് സോഡിയം, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ് സോഡിയം എന്ന് പറയുന്നത്. ആൻഡ് ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3s1 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. സോ അതേസമയം 2s2 2p6 വന്ന് നിൽക്കുമായിരുന്നെങ്കിലോ അതിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? സ്റ്റേബിൾ ആണെന്ന് പറയും, അല്ലേ? അപ്പം ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ 2s2 2p6 എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ സോഡിയം ആറ്റം അറ്റൈൻ ചെയ്യും. അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് 11 പ്രോട്ടോൺസ് ഉണ്ട് സോഡിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന്. അപ്പോൾ 11 പ്രോട്ടോൺസിന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം 10 ഇലക്ട്രോൺസിനെ മാത്രം അവൻ എന്ത് ചെയ്താൽ മതി? അട്രാക്ട് ചെയ്താൽ മതി. അതായത് ആ ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര ഹയർ ആയിട്ട് വരും. അതിൻ്റെ സോഡിയം അയോണിൻ്റെ കറസ്പോണ്ടിങ് സോഡിയം അയോണിൻ്റെ സൈസ് കുറവായിട്ടും വരും. ഓക്കെ, സോ ദീസ് ഫെസിലിറ്റേറ്റ്സ് എന്താണ്? the stability of that particular bond. So the foremost important cause of chemical bonding is that the tendency of an atom to attain the stable noble gas configuration of ns2np6. Okay, tendency of atoms to attain stable noble gas configuration, that is ns2np6 configuration. Okay, and second most important thing is that decrease in അപ്പം ഈ ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനോടനുബന്ധിച്ച് തന്നെ വരുന്ന ഒരു കാര്യമാണ് ഡിക്രീസ് ഇൻ എനർജി ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, ഡിക്രീസ് ഇൻ എനർജി ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ എനർജി നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ മാറി നിൽക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ചെറുപ്പകാലത്തിലാണെന്ന് വെച്ചോ. ഇപ്പോഴല്ല, ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം ആഗ്രഹിക്കുന്ന സമയമാണ്. ബട്ട് നിങ്ങൾ കുറച്ചുകൂടെ കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക, നിങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുക. ബട്ട് ആഫ്റ്റർ സം ടൈം യു ഫീൽ യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ഫാമിലി, ഇല്ലേ? അവിടെ നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതിൽ കൂടുതൽ സൗകര്യങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കുറച്ച് 1-2 ദിവസം ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാം. ആഫ്റ്റർ ദാറ്റ് യു ഫീൽ സം അൺകംഫർട്ടബിലിറ്റി, അല്ലേ? കംഫർട്ടബിൾ ആണെന്ന് തോന്നൂല. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇങ്ങനെ പതുക്കെ വീട്ടിലോട്ട് വരണം, നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ മാറി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ടെൻഡൻസി കൂടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പതുക്കെ വീട്ടിലോട്ട് വരാനായിട്ടുള്ളതൊക്കെ കാണിക്കാൻ തുടങ്ങും. ഇനി നിങ്ങൾ വീട്ടിലോട്ട് വരുവാണെങ്കിലോ, വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് റിലാക്സ്ഡ് ആവും, ഭയങ്കര എക്സൈറ്റഡ് ആവും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? റിലാക്സ്ഡ് ആവും, ഭയങ്കര ഫ്രീഡമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര റിലാക്സ്ഡ് ആവും, ഇല്ലേ? നിങ്ങൾക്കെല്ലാം ഫീൽ ചെയ്തിരിക്കുന്ന കാര്യം. ഇതേപോലെ തന്നെ അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാരൻസും നിങ്ങളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ്, ഒരു ഇൻവിസിബിൾ ബോണ്ടിങ് ആണ്. അവിടെ ഒരു അട്രാക്ഷനാണ് നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട് സോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡ്യൂറിങ് ദാറ്റ് പ്രോസസ് വാട്ട് ഹാപ്പൻസ്? ദർ ഈസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡിക്രീസ് ഇൻ എനർജി ദാറ്റ് മേക്സ് യു സ്റ്റേബിൾ. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങളൊരു സ്റ്റാൻഡിങ് പൊസിഷനിൽ കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ what happens? നെക്സ്റ്റ് മൊമെൻറ്റിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നും ഒന്ന് ഇരുന്നാലോ. ഓക്കെ, ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തോന്നും ഒന്ന് കിടന്നാലോ, അല്ലേ? ഈ കിടപ്പെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മിനിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. തറയിൽ കിടക്കുമ്പോൾ മിനിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. ദാറ്റ് മേക്സ് യു മോർ സ്റ്റേബിൾ, അല്ലേ? അപ്പം ആ ഒരു ടെൻഡൻസി എവിടെയും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. Everything around us try to reduce their energy, okay, by releasing certain amount of energy and so as to attain their stability. So during the formation of chemical bonding also we can see a huge amount of decrease in energy during bond formation. So these are the two main causes of chemical bond
First one, it is the tendency of the atoms to attain the stable noble gas configuration, and second important thing is that decrease in energy during bond formation. Now let's see energetics of bond formation. Energetics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ബോണ്ട് ഫോർമേഷൻ, ഏതൊക്കെ ടൈപ്പിലുള്ള എനർജി ചേഞ്ചസ് ആണ് ഒരു പർട്ടിക്കുലർ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളൊരു കൂടുതലും സോഡിയം ക്ലോറൈഡിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അല്ല, ഇവിടെ നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്ന ഒരു കോവാലന്റ് മോളിക്യൂളാണ്. ഓക്കെ, അപ്പം energetics of bond formation, we know that energy is released when a molecule is formed. Okay, and the forces involved during the formation of a molecule are attractive force, and that is attractive force between electron of atom A and the nucleus of atom B and vice versa. That means ഇപ്പം നമ്മളൊരു ഹൈഡ്രജൻ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാന്ന് വെച്ചു. ഓക്കെ, ഹൈഡ്രജൻ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിനകത്ത് ഇതൊരു എ എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റമാണെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഹൈഡ്രജൻ, ഇതിനകത്ത് ഒരു പ്രോട്ടോൺ ഉണ്ട്. അതിന് ചുറ്റിനും എന്തുണ്ട്, ഒരു ഇലക്ട്രോണും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രോട്ടോണിന് എന്താ ചാർജ് ഉള്ളത്? പോസിറ്റീവ് ചാർജ്. ഞാൻ പി എന്നുള്ളത് മാറ്റി ഞാനിവിടെ പി പോസിറ്റീവ് പ്ലസ് കൊടുത്തു. ആൻഡ് ഇലക്ട്രോൺ ഹാസ് എ നെഗറ്റീവ് ചാർജ്. ദിസ് ഈസ് അനദർ ഹൈഡ്രജൻ ആറ്റം. അതിനൊരു പോസിറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു ഇലക്ട്രോണും ഉണ്ട്. ഓക്കെ, അപ്പം ഇവരിങ്ങനെ ഫാർ അപ്പാർട്ടായിരിക്കുന്ന സമയത്ത്, അതായത് ദൂരത്തിലിരിക്കുന്ന സമയത്ത് ഈ ന്യൂക്ലിയസിന്, ഇതിൻ്റെ സൈസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സൈസ് വളരെ കുറവില്ല. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ഹാസ് എ ടെൻഡൻസി ടു അട്രാക്ട് ദിസ് ഇലക്ട്രോൺ. ബി ആറ്റത്തിൻ്റെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യുക? ഒരു പിടിച്ചു പറയും നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ ബി വെറുതെ ഇരിക്കുമോ? ബി എന്ത് ചെയ്തു? ബിയുടെ ന്യൂക്ലിയസ് എയുടെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ദേ സ്റ്റാർട്ട് അട്രാക്ടിങ്. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കാം? ഇവർ പതുക്കെ എയും ബിയും തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? അടുത്തടുത്ത് വരാം. ഇപ്പം ഇത്രയും ദൂരത്തിലിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഇത്രയും ദൂരമേ കാണത്തുള്ളൂ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത്രയും ദൂരമേ കാണുള്ളൂ. സോ അവർ അട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും അടുത്തടുത്ത് ദേ കം ക്ലോസർ ആൻഡ് ക്ലോസർ. ഇനി ഇതുപോലെ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടാതെ there is one more type of force that are repulsive forces. Repulsive forces എന്ന് പറയുന്നത് എന്താണ്? ഈ പോസിറ്റീവ് ന്യൂക്ലിയസും ഇതിൻ്റെ പോസിറ്റീവ് ന്യൂക്ലിയസും തമ്മിൽ എന്താണ്? റിപ്പൾഷനാണ്. ഇവർ തമ്മിൽ വലിയ പോസിറ്റീവും തമ്മിൽ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഇലക്ട്രോണും എന്ത് ചെയ്യാണ്? റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുമുണ്ട്? റിപ്പൾഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു ബാലൻസ് സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തു എന്ന് പറയുന്നത്. അതായത് അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ബാലൻസ് ചെയ്യുന്ന കണ്ടീഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ഫോഴ്സസ് ഇൻവോൾവ്. Now, as the two atoms approach each other, the attractive force is more than repulsive force and the potential energy of the system decreases. അപ്പം എന്താ, ആദ്യം ഒരു ബോണ്ട് ഫോം ചെയ്യുവാൻ ഒരിടത്തുനിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം വന്നു, അപ്പുറത്തുനിന്ന് മറ്റൊരു ഹൈഡ്രജൻ ആറ്റം വന്നു. അപ്പം അവർ രണ്ടുപേരും ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ? അവർ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? The attractive force is more than repulsive force. ഓക്കെ, അവിടെ എന്താണ് കൂടുതലായിട്ട് നിൽക്കുന്നത്? ക്ലോസറായി വരുന്നതനുസരിച്ച് their attractive force is more than repulsive force.
and potential energy of the system decreases. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? എനർജി റിലീസ് ചെയ്ത് പൊട്ടൻഷ്യൽ എനർജി കുറച്ചു കൊണ്ടുവരും. Okay, potential energy of the system decreases. Fine. ഇനി as the two atoms come closer and closer, ഇവർ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. This stage is reached when two forces balance each other. Two forces balance each other and the system acquires a minimum energy. That is, a chemical bond is formed between these two atoms. Okay, അപ്പം two forces, അപ്പം ഒരു chemical bond form ചെയ്യുന്ന സമയത്ത് two forces, attractive forces, repulsive force balance ആവുന്നു. The system acquires a minimum energy, and we can say that in that case, in that scenario, a chemical bond is formed between these two atoms. Okay, that means the formation of a molecule. And if the if the atoms are coming closer and closer again, okay, ഈ ഒരു മിനിമം ഡിസ്റ്റൻസ്, ഈ മിനിമം ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നതാണ് എന്താ, മിനിമം എനർജി ഉള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. രണ്ട് ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. And the minimum energy or the energy released during the process of bond formation is called a bond energy. Okay, bond length and bond energy ഒക്കെ they are characteristic property of particular type of bond. Okay, അത് മനസ്സിൽ വെച്ചോണം. Okay, and ഇനി ഇവര് തമ്മിൽ വീണ്ടും വീണ്ടും അടുത്തോണ്ട് വന്നിരിക്കാന്ന് വെച്ചോ, അപ്പൊ ബോണ്ട് ലെങ്ത് കുറയുമെന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഇവര് അടുത്ത് കഴിഞ്ഞാൽ what will happen? ഇവര് തമ്മിലുള്ള റിപ്പൾഷൻ അങ്ങോട്ട് തുടങ്ങും. റിപ്പൾസീവ് ഫോഴ്സസ്, now repulsive force becomes much greater than that of attractive force. Okay, ഒരു പരിധിയിൽ ബോണ്ട് ലെങ്ത്തിൽ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ, ബോണ്ട് ലെങ്ത്തിൽ അവന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ബോണ്ട് ലെങ്ത് ഉണ്ട്. ആ ബോണ്ട് ലെങ്ത്തിൽ കൂടുതൽ അവരെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ they start repelling. Okay, repulsive force now becomes greater than the attractive force and leads to dissociation. അപ്പം ഇവൻ ഈ ഇലക്ട്രോൺ തമ്മിൽ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ന്യൂക്ലിയസ് തമ്മിൽ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അപ്പം as a result what will happen? The molecule get dissociated. Okay, and potential suddenly എന്ത് ചെയ്യുന്നു വരുന്ന അറിയോ, ഇൻക്രീസ് ചെയ്ത് വരും. So these are the energetics of bond formation. Okay, നമുക്ക് ഈ ഒരു എനർജറ്റിക്സിനെ നമുക്ക് ഒരു പിക്ചർ രൂപേണ അല്ലെങ്കിൽ ഒരു എന്താണ് നമുക്ക് പറയാവുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഡയഗ്രാം ഹിയർ. Okay. Okay, now let's see the formation of hydrogen molecule. Okay, നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ we are representing in the form of a graph. Here you can see in the x-axis, this is the x-axis, we are representing the internuclear distance. രണ്ട് ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ x-axisൽ റെപ്രസെന്റ് ചെയ്യുന്നത്. y-axisൽ കൊടുക്കുന്നത് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി in terms of joules. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴാണെങ്കിലും വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസ് എന്താണ്, വൈ ആക്സിസ് എന്താണെന്നുള്ള ഡെഫിനറ്റ് ആയിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ എന്താണ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആൻഡ് വൈ ആക്സിസിലുള്ളത് എനർജി. സോ ഇവിടെ തൊട്ടാണ് നമ്മൾ ഒരിക്കലും ഇവിടെ നല്ല എനർജറ്റിക്സ് നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ഭാഗത്തു നിന്നല്ല പറയുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, വി വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നോക്കുക, രണ്ട് ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, രണ്ട് സ്ഥലത്തു നിന്ന് രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ കോളേജിലോട്ട് വരുവാണ്, ഇപ്പോൾ പുതിയ അഡ്മിഷനായിട്ട് വരുവാണ്, പരിചയക്കാർ വളരെ കുറവാണ്, പരിചയക്കാരുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ, എന്നാലും പോട്ടെ, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഇന്ന് രണ്ട് കുട്ടികൾ വരുവാണ്. ഓക്കെ, രണ്ട് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അവരിങ്ങനെ അടുത്തടുത്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ, നിങ്ങൾക്ക് തമ്മിൽ എന്തൊക്കെയോ ഓരോ പ്രത്യേകതകളുണ്ട് കോമൺ ആയിട്ടുള്ള. സോ ദേ സ്റ്റാർട്ട് അട്രാക്റ്റിംഗ്. അപ്പോൾ ഇവർ ആ ഹൈഡ്രജൻ ആറ്റംസ് രണ്ടെണ്ണോ അടുത്തടുത്ത് വരുമ്പോൾ ദേ സ്റ്റാർട്ട് അട്രാക്റ്റിംഗ്. ഓക്കെ, അട്രാക്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ദർ ഈസ് ഡിക്രീസ് ഇൻ എനർജി.
Okay, they start releasing energy. ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജിയും ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജിയും പതുക്കെ പതുക്കെ അവർ റിലീസ് ചെയ്യാൻ തുടങ്ങും. സാധാരണ നമ്മൾ ഇവരെ അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് അങ്ങ് എടുത്തിരിക്കുകയാണ് ഇൻഡിവിജ്വൽ ഹൈഡ്രജൻ ആറ്റംസിന്റെ എനർജി. ഓക്കെ, അപ്പോൾ അവര് എന്ത് ചെയ്തു, എനർജി റിലീസ് ചെയ്യാൻ തുടങ്ങി. എനർജി റിലീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നെഗറ്റീവ് സൈഡിലേക്ക് പോവാണ്, എനർജി റിലീസിങ് ആയതുകൊണ്ട്. അപ്പം അവര് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അടുത്തടുത്തടുത്ത് വന്നപ്പോൾ എനർജി ഭയങ്കരമായിട്ട് റിലീസ് ചെയ്യാണ്. ഭയങ്കരമായി വലിയ കൂട്ടായി ഇവിടം വരെ എത്തി. ഓക്കെ, അപ്പോൾ അവരൊരു ഇക്വിലിബ്രിയം ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. ഇവിടെ എന്താണ്, ഒപ്റ്റിമം ഡിസ്റ്റൻസ് ടു അച്ചീവ് ലോവസ്റ്റ് ഓവറോൾ എനർജി ഓഫ് ദ സിസ്റ്റം. ഇവർ തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസിന് നിൽക്കുമ്പോഴത്തേക്കും ലോവസ്റ്റ് ഓവറോൾ എനർജി ഓഫ് ദ സിസ്റ്റം അറ്റൈൻ ചെയ്തു. And the distance corresponding to this point, okay, distance corresponding to this point is known as the bond length. And it is observed that for the hydrogen molecule, HH bond length is 74 picometer. 74 picometer. It is observed like this. Okay, അപ്പോൾ equilibrium internuclear distance പിന്നെ അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത്, ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 74 picometer. ആൻഡ് എത്ര എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്തെന്ന് നോക്കിക്കേ. ബോണ്ട് ഫോം ചെയ്തപ്പോഴത്തേക്കും -7.24 into 10⁻⁻19 joules. Okay, -7.24 into 10⁻⁻19 joules of energy is released during the formation of hydrogen molecule from its constituent hydrogen atoms. Clear ആയല്ലോ? And after that നമ്മൾ ഇവർ തമ്മിലുള്ള ഈ ബോണ്ട് ലെങ്ത്, ഈ ഒരു ഡിസ്റ്റൻസ് വീണ്ടും കുറയ്ക്കാൻ ശ്രമിച്ചു എന്ന് വെച്ചോ. അപ്പം ഇങ്ങോട്ട് പോരും ഇവരുടെ പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ദേ സ്റ്റാർട്ട് റിപ്പൾസിങ്. ഓക്കെ, ഇന്റർന്യൂക്ലിയർ റിപ്പൾഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ ഇന്റർന്യൂക്ലിയർ റിപ്പൾഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് വാട്ട് വിൽ ഹാപ്പൻ? ദ ബോണ്ട് വിൽ ബ്രേക്ക്. ഓക്കെ, സഡൻ ഇൻക്രീസ് ആണ് വരുന്നത്. ഇതിങ്ങനെ പതുക്കെ കുറഞ്ഞു കൊണ്ടുവന്ന് മോളിക്യൂൾ ഫോം ചെയ്ത് വെച്ചതാ. പക്ഷേ അത് കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദേ സ്റ്റാർട്ട് റിപ്പൾഷൻ ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ബോണ്ട് ഡിസോസിയേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ കൂട്ടുകാരുടെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടരുതെന്ന് പറയില്ലേ. ഇടപെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ റിപ്പൾഷൻ, ഒരു അസ്വസ്ഥത, അസ്വാരസ്യം ഡെവലപ്പ് ചെയ്യും. ഫാമിലീസിലൊക്കെ കാണില്ലേ, ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ, ഒരാളുടെ ഒരു കംഫർട്ട് സോണിനകത്ത് മറ്റൊരാൾ കയറി ഇടപെടുമ്പം എന്തായാലും സംഭവിക്കുന്നത്? അവരൊരു പതുക്കെ പ്രശ്നങ്ങൾ വന്ന് സ്റ്റാർട്ട് സെപ്പറേഷനിലേക്ക് പോകും. Okay, and this is the potential energy diagram of hydrogen molecule. Clear ആയല്ലോ? ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടേംസും ഉണ്ട്. That is types of chemical bonds. These things you are familiar with. That means we can say chemical bond എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the redistribution of electrons between themselves so that all of them acquire a stable noble gas configuration. There are different types of chemical bonds. First one is ionic bonding, in which transfer of electrons between two atoms takes place. Covalent bonding, that is here mutual share of electrons occurs. And another type of bonding is ionic bonding. In examples ഏതൊക്കെയായിരുന്നു? ionic bonding in example ആണ് Na plus Cl minus, sodium chloride, lithium chloride അല്ലേ? ലിഥിയം ക്ലോറൈഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കാൽഷ്യം ക്ലോറൈഡ് അല്ലേ? കാൽഷ്യം ക്ലോറൈഡ് ഇതെല്ലാം എക്സാമ്പിളാണ്. ദെൻ കോവാലന്റ് ബോണ്ടിങ്ങിന് എക്സാമ്പിൾസ് ആണ് വാട്ടർ മോളിക്യൂളിനകത്തുള്ളത്. അതുപോലെ തന്നെ പിന്നെ മീഥെയിൻ CH4, അങ്ങനെയുള്ള സിലിക്ക അല്ലെങ്കിൽ സിലെയിൻ SiH4 സിലെയിനകത്തൊക്കെ ഉള്ളത് covalent bonding. And another type of bonding is coordinate covalent bonding, in which both the electrons shared between the atoms are contributed by one atom only.
ഒരാൾ രണ്ട് ആറ്റംസ് തമ്മിൽ ബോണ്ടിങ്ങിലാണ്, ബട്ട് ഒരു ബോണ്ടിങ്ങിന് 2 ഇലക്ട്രോൺസ് നെസസറി ആണല്ലോ. പക്ഷേ ആ ബോണ്ടിങ് വേണ്ടുന്ന ഒരാൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കും. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതിന് 2 ഇലക്ട്രോൺസ് മറ്റൊരു ആറ്റം കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിനെയാണ് കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. കോംപ്ലക്സ് മോളിക്യൂൾസ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കേൾക്കില്ലേ, അതൊക്കെയാണ് എന്താ, ദേ എക്സിബിറ്റ് കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ടിങ്. ആൻഡ് വി ഓൾസോ ഹേർഡ് അബൌട്ട് മെറ്റാലിക് ബോണ്ടിങ്. മെറ്റൽസിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ബോണ്ടിങ് ആണ്. ആൻഡ് ഹൈഡ്രജൻ ബോണ്ടിങ്, വാണ്ടർ വാൾസ് ബോണ്ടിങ് എക്സെട്ര. These type of bonding are called no bonding എന്ന് പറയും, നോൺ ബോണ്ടിങ് എന്ന് പറയും. ദറ്റ് മീൻസ് വളരെ വീക്ക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ് വാണ്ടർ വാൾസ് ഫോഴ്സസും ഒക്കെ വരുന്നത്. Okay, so these are the types of chemical bonds. Now you have to write the answers of the following questions neatly in your notebook, and you have to submit the one in the Google Classroom. I will post the same questions in the Google Classroom also. You have to answer these questions. Okay. First question is, what are the bond length between two atoms in hydrogen molecule, oxygen molecule and nitrogen molecule? അതിനകത്തുള്ള bond length. Okay. ഒന്ന് റെഫർ ചെയ്യണം. ഓക്സിജൻ്റെയും നൈട്രജൻ്റെയൊക്കെ. ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ you have to calculate or you have to find out the bond energy associated with the formation of this hydrogen molecule, oxygen molecule and nitrogen molecule. And third question is, with the help of a potential energy diagram, explain the energetics of bond formation in hydrogen molecule. നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രം ഒക്കെ വരച്ചില്ലേ, അത് വരച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, യു ഹാവ് സോ ആൻസർ എഴുതുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എഴുതുക, ഉത്തരം എഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക, ഉത്തരം എഴുതുക. ഓക്കെ, ടേക്ക് എ ഫോട്ടോ ഒരു PDF-നകത്ത് നിങ്ങൾക്ക് റെഡിയാക്കാം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നൗ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.